മൂസ പിറ്റ്കോക്ക് എന്ന് പറഞ്ഞൊരു ആധുനിക മുസ്ലിമിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഡേവിഡ് മൂസ പിറ്റ്കോക്ക്. ഈ മുസ്ലിമീങ്ങളായ പുതുമുസ്ലിമീങ്ങളുടെ ഡോക്യുമെന്ററിയോ ഒക്കെ കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഡേവിഡ് മൂസ പിറ്റ്കോക്ക്, അയാൾ ഹൗ ഡിഡ് ഐ കം ടു ഇസ്ലാം അല്ലെങ്കിൽ വൈ ഐ കെയിം ടു ഇസ്ലാം എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിന്റെ ഒരു അരമണിക്കൂർ നീണ്ട ഒരു സ്പീച്ച് ഉണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു. ജീവിച്ചിരിപ്പുള്ള ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹം. ജനിച്ച അദ്ദേഹം ഡീറ്റെയിൽ ഒക്കെ പറയണ്ട, എവിടെ ജനിച്ചത്, ഉമ്മാര വാപ്പാര, അദ്ദേഹത്തിന്റെ കരിയർ എന്തായിരുന്നു. ഭയങ്കര സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. കുറച്ചു കാലം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഡേവിഡ് ആയിരുന്നു, പിറ്റ്കോക്ക്. പക്ഷെ അദ്ദേഹം മുസ്ലിം ആയപ്പോൾ ഡേവിഡ് മൂസ പിറ്റ്കോക്ക്, ദാവൂദ് മൂസ പിറ്റ്കോക്ക്. അദ്ദേഹത്തിന്റെ പേര് പീകോക്ക് അല്ല, പിറ്റ്കോക്ക്. അദ്ദേഹം മുസ്ലിം ആവാനുണ്ടായ കാരണം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം മുസ്ലിം ജീവിച്ചിരിപ്പുള്ള ആളാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞ വിഷയം, ഒരു ബ്രിട്ടീഷ് ടെലിവിഷനിൽ ഒരു ലൈവ് ചർച്ച നടന്നു സയന്റിസ്റ്റുകളുടെ. അതായത് കുറച്ച് 3 അമേരിക്കൻ സയന്റിസ്റ്റുകളും 3, 4, 5 ബ്രിട്ടീഷ് സയന്റിസ്റ്റുകളും ഇരുന്ന് ലൈവ് ഡിസ്കഷൻ. സയൻസ് സമയം നമ്മുടെ നാട്ടില് ഡിസ്കഷൻ, മറ്റോന്റെ സ്വകാര്യത്തെ പറ്റിയും ഓൻ എടുക്കാൻ പോയത്, ഇപ്പോൾ എന്തിനാ വന്നത്, മറ്റോ എങ്ങോട്ട് പോയി, ഒരു കഥയില്ലാത്ത കഥയാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ചാനലും. സമയം കെട്ട് കൊല്ലാന്നല്ലാതെ മനുഷ്യന്റെ തലച്ചോർക്ക് എടുക്കാൻ ഒരു സാധനം ഉണ്ടാവില്ല. ഇതും കേട്ട് നമ്മൾ അങ്ങനെ കേട്ടിരിക്കുക, വായ നോക്കിയിട്ട് പറഞ്ഞ തന്നെ ഓല് പറയും. ചാനലുകാരന് 2 മണിക്കൂർ ഓൻ പറയിപ്പിച്ചാലേ ഓന്റെ ശമ്പളം കിട്ടുള്ളൂ. അതുകൊണ്ട് ഓയിൽ ചോദിച്ചെന്നെ പിന്നെയും ചോദിക്കും, അത് തിരിച്ചു ചോദിക്കും, അത് ഇങ്ങോട്ട് ചോദിക്കും. നമ്മൾ എന്തിനാ മുമ്പിൽ നിങ്ങളെ സമയം കളയണത്? ഇങ്ങനൊരു സമയം നമ്മുടെ മലയാള ചാനലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ അറബി ചാനലൊക്കെ ഇവിടെ ഉണ്ട്. എന്തൊക്കെ ഇസ്ലാമിക പരിപാടികൾ, ചോദ്യോത്തരങ്ങൾ, മസലകൾ, വാളുകൾ, പ്രഭാഷണങ്ങൾ, ചർച്ചകൾ. നമ്മളുടെ ചർച്ച എന്താ, ഒരു കാര്യമില്ലാതെ കോടതിയിൽ വിധിച്ചാൽ പിന്നെ 4 ആൾ ചർച്ച ചെയ്യാം. എന്ത് കാര്യം? വിധി ഏതായാലും നടന്നു. പിന്നെ അങ്ങനെ ചർച്ച ചെയ്തിട്ട് വെറുതെ പറഞ്ഞു കൂട്ടുക എന്നല്ലാതെ, അല്ലേ? നാളെ പെണ്ണുങ്ങളെ, പെൺകുട്ടികളെ 16 വയസ്സെന്നൊക്കെ പോയി എന്തൊക്കെയാ ചാനൽ. എനിക്ക് ദേഷ്യം വന്നിട്ട്, യാ അള്ളാ, ഏതോ കവർ സ്റ്റോറികളൊക്കെ പറയാം. എന്താ, പെൺകുട്ടികളെ 16 കെട്ടിച്ചു വിട്ടാൽ ഒരു വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ മതപൗരോഹിത്യത്തിൽ നിന്ന് ഒരു ചാടിപ്പോകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് മത സംഘടനകൾ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? 16 വയസ്സൊരു കുട്ടിക്ക് പ്രായമായി, അവൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കഴിച്ചു കൊടുക്കാൻ പറ്റോ, ലീഗലി പറ്റോ ഇല്ലേ എന്നല്ലേ വിഷയം. 16 ആകുമ്പോഴേക്കും കെട്ടിക്കണം എന്ന് അവരാക്കിയത്. അങ്ങനെയല്ലല്ലോ. നിങ്ങൾ 25 വയസ്സ് വരെ പഠിപ്പിച്ചോ, 30-ാം വയസ്സിൽ കെട്ടിച്ചോ, 16 കെട്ടിക്കണം എന്ന് ആരെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ആകെ പറഞ്ഞുണ്ടാക്കിയത് ഇപ്പൊ അതാണ്. 16 കെട്ടിച്ചോളെന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലല്ലോ. 16 വയസ്സായ ഒരു പെൺകുട്ടി, അവള് കല്യാണത്തിന് ശാരീരികമായി അവൾ പക്വതയെത്തിയിട്ടുണ്ട്, അവൾക്ക് ആഗ്രഹമുണ്ട്, അവൾക്ക് സമ്മതമാണ്. കെട്ടിക്കാൻ പറ്റോ ഇല്ലേ? കെട്ടിച്ചോട്ടെ. അർഹമായ രീതിയിൽ അതിന്റെ ലീഗൽ ഡോക്യുമെന്റേഷൻ നടത്താൻ അവസരമുണ്ടാകണം. ഇതേ നമ്മുടെ ആലിമീങ്ങളും നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളൂ. ഇത് പറഞ്ഞപ്പോ ചാനലുകാരൻ പിന്നെ ട്വിസ്റ്റ് ചെയ്യും. നമുക്ക് ഭയങ്കര കണ്ണിങ് ആണ് ഇവർക്ക് ആ കിട്ടുന്ന ട്രെയിനിങ് തന്നെയാണ്, എങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയത്തെ പറഞ്ഞിട്ട് 16 കെട്ടിക്കണം. എന്നിട്ടങ്ങട്ട് പറഞ്ഞ് കവർ സ്റ്റോറിയും ഡോക്യുമെന്ററി ഉണ്ടാക്കി നടക്കുകയാണ്. ഇതാണ് പറഞ്ഞത്. നമുക്ക് വ്യഭിചരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ നാടെന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെയാണ്, തോന്നിവാസം ചെയ്യുന്ന നാടാണ്, അല്ലേ? ഏതെങ്കിലും ആണിനും പെണ്ണിനും വിത്തിൻ കൺസെന്റ്, അവർ രണ്ടുപേർക്കും സമ്മതമായ ഒരു ശാരീരികമായി ബന്ധപ്പെട്ട അത് ഒരു ക്രൈം അല്ല, റേപ്പും അല്ല, ഒന്നുമല്ല എന്നാ. മുസ്ലിമീങ്ങൾക്ക് ഇത് പറ്റൂല. അള്ളാന്റെ കലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിനോടായി വർത്താനം. അവർക്ക് വ്യഭിചാരം പറ്റൂല. ഈ 16 വയസ്സുള്ള കുട്ടി മറ്റൊരുടെ കൂടെ ചാടിപ്പോകാൻ പറ്റുന്നാണോ നമ്മൾ ഇതിന് പകരം പറയേണ്ടത്? അവൾക്ക് അങ്ങനെ ഒരു ഇല്ലെജിറ്റിമേറ്റ് റിലേഷൻ മറ്റൊരു ബോയ് ഫ്രണ്ടുമായിട്ട് പറ്റുന്നാണോ നമ്മൾ പറയേണ്ടതിന് പകരം? അല്ല. അങ്ങനെ വ്യഭിചരിക്കാൻ പറ്റുമെങ്കിൽ ലീഗലി കല്യാണം കഴിച്ചോട്ടെ. കല്യാണം കഴിച്ചാൽ 16 പ്രസവിക്കും എന്നിട്ടാണോ അവർ മനസ്സിലാക്കുക? അങ്ങനെയൊക്കെ ഉണ്ട് ഇതിന്റെ. പറയാത്തതാണ് പറഞ്ഞില്ല. 16 അവൾ അമ്മയാവുമല്ലോ. അമ്മയാണോ അല്ലേ, ആകോ ഇല്ലേ എന്നൊക്കെ ആരറിഞ്ഞു? ആവണം എന്നല്ലല്ലോ ഈ പറഞ്ഞ അർത്ഥത്തോട്. കല്യാണം കഴിച്ചോട്ടെ. കല്യാണം കഴിക്കാൻ അവൾക്ക് സമ്മതം കൊടുത്തുകൂടെ? ലീഗലി സാങ്ഷൻ ആക്കിക്കൂടെ? ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ചാനലുകാരൊക്കെ അങ്ങനെയാണ്. യാ അല്ലാ, പച്ച നുണ പറഞ്ഞിട്ട് സമയങ്ങളെ മനുഷ്യൻ ഹക്കൊരു വാർത്ത, ബാത്തിലൊരു വാർത്ത കിടക്കുന്നത്. അപ്പോ ഡേവിഡ് മൂസ പിറ്റ്കോക്കിന്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ. അദ്ദേഹം ഇങ്ങനെ ഒരു സയന്റിഫിക് ഡിസ്കഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ എന്തുകൊണ്ട് മുസ്ലിമായി എന്ന അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററി നിങ്ങൾ വാച്ച് ചെയ്താൽ മനസ്സിലാവും. അത് ഈ ഗ്രന്ഥകാരൻ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം അത് എടുത്തിരിക്കുകയാണ്. ഡോക്ടർ അഹമ്മദ് മുസ്തഫ, ഒരു ഗംഭീര ഒരു എൻസൈക്ലോപീഡിയാണ് ഖുർആനെ സംബന്ധിച്ചുള്ള. അദ്ദേഹം അതിന്റെ എക്സ്ട്രാക്ട് അദ്ദേഹം കോപ്പി ചെയ്താണ്. അദ്ദേഹം പറയാണ്, ഡേവിഡ് മൂസ പിറ്റ്കോക്ക്, അന്ന് അദ്ദേഹം മുസ്ലിം അല്ല, ഈ ലൈവ് പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ബ്രിട്ടീഷുകാരായ സയന്റിസ്റ്റുകൾ അമേരിക്കക്കാരോട് ചോദിച്ചു, നിങ്ങൾ ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ട് ചന്ദ്രനിലേക്ക് പോയല്ലോ, അല്ലേ?
ആ ചന്ദ്രനിൽ പോയിട്ട് നിങ്ങൾ കുറച്ച് കല്ലാണ് കൊണ്ടുവന്നത്. ഈ കൊണ്ടുവന്ന കല്ലും നിങ്ങൾക്ക് പോകാൻ ചെലവഴിച്ച ബില്യൺ കണക്കിന് ഡോളറും തമ്മിൽ താരതമ്യം ചെയ്താൽ വല്ല ഉപകാരവും നിങ്ങളുടെ യാത്ര കൊണ്ട് കിട്ടിയിട്ടുണ്ടോ? ഇതാണ് ഡിബേറ്റ്. കല്ലുണ്ടായിരുന്നപ്പോ ഈ ബില്യൺ കണക്കിന് ഡോളർ ചെലവാക്കിയത് എന്തിനാ ഇപ്പൊ നിങ്ങൾ പോയത്? ഈ പോയത് കൊണ്ട് എന്ത് നേട്ടമുണ്ടായി? കുറച്ച് കല്ല് കിട്ടിയെന്നല്ലാതെ എന്തുണ്ടായി? ഈ ചോദ്യത്തിന് കോടിക്കണക്കിന് വരുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ, അമേരിക്കക്കാരും യൂറോപ്യരുമായ പ്രേക്ഷകരുടെ മുമ്പിൽ പതറാൻ പറ്റൂല. അമേരിക്കക്കാരായ സയന്റിസ്റ്റുകൾ അവർ അതിന്റെ ന്യായം പറഞ്ഞു കൊടുക്കുകയാണ്. ഡേവിഡ് മൂസ പിറ്റ്കോക്ക് ഇത് വാച്ച് ചെയ്യാണ്. അവര് പറഞ്ഞത്, ഞങ്ങൾ ഈ പോയതിന്റെ വിഷയം കല്ലുകൊണ്ടുവരാനല്ല, ഞങ്ങളെ അമ്പരപ്പിച്ച ഒരു വസ്തുതയെ സംബന്ധിച്ച് ഗവേഷണം ചെയ്യാനാണ്. എന്താണ് വസ്തുത? ചന്ദ്രനെ ഞങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ചന്ദ്രൻ ഹാസ് ബീൻ സ്പ്ലിറ്റ് ഇൻടു ടു. രണ്ട് ഭാഗമായിട്ട് പിളർന്നിട്ടുണ്ട് ചന്ദ്രൻ. രണ്ട് ഭാഗമായി, രണ്ട് പീസുകളായിട്ട് നിൽക്കുകയാണ്. പിളർന്ന ഒരു ചന്ദ്രൻ കൂടിച്ചേർന്നതായിട്ടാണ് കാണുന്നത്. എങ്ങനെ ഞങ്ങൾക്ക് കണ്ടു? പർവ്വതങ്ങളുടെ തലകൾ, ഇങ്ങനെ നിൽക്കേണ്ട പർവ്വതം നിൽക്കുന്നത് ഇങ്ങനെയാണ്. മലകൾ മുഴുവനും ഇങ്ങനെ നിൽക്കേണ്ട പാതിഭാഗം ചന്ദ്രൻ പിളർന്നത് ഒരു പിളർപ്പ് സംഭവിച്ചത് ഞങ്ങൾ കാണുന്നുണ്ട്. അത് എങ്ങനെ സംഭവിച്ചു? കാരണം ചന്ദ്രനിൽ ഒരുപാട് പർവ്വതങ്ങളുണ്ട്, ഒരുപാട് മലകളുണ്ട്. വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുന്ന അഗ്നിപർവ്വതങ്ങൾ ഒരുപാടുണ്ട് ചന്ദ്രനിൽ. മാർസിലുണ്ട്, സാറ്റേണിലുണ്ട്, ഇവിടൊക്കെ ഉണ്ട്. പക്ഷെ ഈ പർവ്വതങ്ങൾ ഒരു കൂടിച്ചേർന്ന പോലെ ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അത് യോജിച്ചിട്ടില്ല. കൂടിച്ചേർന്നപ്പോ ഒരു പിളർന്നൊരു സാധനം കൂടിച്ചേരുന്നാൽ ഒരുമിച്ച് നിൽക്കേണ്ട പോലെയല്ല നിൽക്കുന്നത്. രണ്ട് പീസുകൾ ഒരുമിച്ച് ജാമാവാതെ സൈഡിലേക്കാ ജാമ. ഇത് ചന്ദ്രൻ എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നിർത്താനായിക്കണെന്നാ കുട്ടികൾ പറയണത്. അപ്പോ ഇത് പഠിക്കാനാ ഞങ്ങൾ ചന്ദ്രനിലേക്ക് പോയത്. സുബ്ഹാനല്ലാഹ്. ഇതൊരു ലൈവ് TV പ്രോഗ്രാമിൽ സയന്റിസ്റ്റുകൾ പറഞ്ഞ അവരുടെ വാദം. ഞങ്ങൾ ഇത് പഠിക്കാനാ പോയത്, കല്ലുണ്ടരാനായിരുന്നില്ല. ഇത് എങ്ങനെ സംഭവിച്ചു ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ആ നേരമാണ് ഡേവിഡ് മൂസ പിറ്റ്കോക്ക് എന്ന ഖുർആന്റെ ട്രാൻസ്ലേഷൻ വായിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഖമർ, ചന്ദ്രൻ എന്ന പേരുള്ള സൂറയാണ്. ലോകാവസാനം അടുത്തിരിക്കുന്നു. സൂറത്തുൽ ഖമറിലെ ആദ്യത്തെ ആയത്ത്, ചന്ദ്രൻ പിളർന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിന്റെ വചനമാണല്ലോ ഈ സയന്റിസ്റ്റുകൾ ചർച്ച ചെയ്യുന്നത്. അത് കേട്ടുകൊണ്ട് മുസ്ലിമായ ആളാണ് ഡേവിഡ് മൂസ പിറ്റ്കോക്ക്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭനായ പണ്ഡിതനാണ്, മുസ്ലിം പ്രവർത്തകൻ. അദ്ദേഹത്തിന്റെ ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ട് UK യിൽ. സുബ്ഹാനല്ലാഹ്. ഈ ഒരു അത്ഭുതം നടന്നത് ഒരുപാട് ഹദീസുകളിൽ. ചേരമാൻ പെരുമാൾ, ചക്രവർത്തി പെരുമാൾ കേരളത്തിൽ നിന്ന് ചന്ദ്രൻ പിളർന്ന കഥ കണ്ടിട്ട് സംഭവം കണ്ണുകൊണ്ട് കണ്ട ആളാണ്. പക്ഷെ അത് എങ്ങനെ സംഭവിച്ചു എന്ന് ആരോട് ചോദിച്ചിട്ടും അറിയുന്നില്ല. രാജാവ് നിങ്ങൾ ദിവാസ്വപ്നം കണ്ടതായിരിക്കുന്നൊക്കെ തന്റെ കൊട്ടാരക്കാര് പറഞ്ഞു. അങ്ങനെയാണ് ചക്രവർത്തി പെരുമാൾ അറബികൾ കച്ചവടത്തിന് കൊച്ചിയിലേക്ക് വന്നപ്പോ അവരുടെ കൂടെ മക്കായിലേക്ക് വന്നു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിൽ ഇന്ത്യക്കാരായ ഒരു രാജാവും അവരുടെ പരിചാരകരും അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഹദറത്തിൽ വന്നു. തങ്ങൾക്ക് ഇഞ്ചി ഉണക്കി മധുരമാക്കി മുറബ്ബയാക്കിയ സമ്മാനം കൊടുത്തു. അത് ഹബീബായ തങ്ങൾ സ്വയം കഴിച്ചു, എല്ലാവർക്കും വിതരണം ചെയ്തു. അതിനുശേഷം അദ്ദേഹം താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു. ആ രാജാവ് ഇന്ത്യയിലേക്ക് ദഅവത്തിന് പോട്ടെ എന്ന് പറഞ്ഞ് യാത്ര ചോദിച്ചു. അങ്ങനെ യാത്ര പോയി ദഫാറിൽ എത്തിയപ്പോൾ അവർക്ക് രോഗം ബാധിച്ചു. രാജാവ് ദഫാറിൽ മരണപ്പെട്ടു. ഈ ദഫാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒമാനിന്റെ സലാലയാണ്. സലാലയിലാണ് ചേരമാൻ പെരുമാളുടെ ഖബറുള്ളത്. അവരുടെ മകളുടെ ഖബറും അവിടെയാണ്. ഇതൊക്കെ ചന്ദ്രൻ പിളർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കിടന്ന ദൃഷ്ടാന്തങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ കേരളീയരെങ്കിലും മനസ്സിലാക്കണ്ടേ. നമ്മുടെ നാട്ടുകാരനല്ലേ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു. സ്വഹാബിയായി ഇവിടെ എത്താൻ പറ്റിയില്ല. കാരണം സലാലിൽ നിന്ന് നേരെ കപ്പൽ വിട്ടാൽ കോഴിക്കോട് എന്താണ് നമ്മുടെ വടകരന്റെ തൊട്ടു മുമ്പുള്ള നമ്മളെ കോർട്ടക്കല്ല സ്ഥലത്തിന്റെ പേര് പയ്യോളിയിലേക്ക് നേരെ അന്നത്തെ കപ്പൽ യാത്ര. അങ്ങനെ സലാലിൽ നിന്ന് വിട്ടാൽ നേരെ പയ്യോളിയിലേക്ക്. നിങ്ങൾ മാപ്പ് നോക്കി ശരിക്കും മനസ്സിലാവുന്നത്. ചരിത്രകാരന്മാരതാ പറയുന്നത്. അവിടുന്ന് പയ്യോളിയിലേക്ക് കപ്പൽ കിട്ടുന്ന ഭാഗം സലാലയിൽ നിന്ന്. അതുകൊണ്ട് അദ്ദേഹം ഇവിടുന്ന് നേരെ സലാലിലേക്ക് യാത്ര പോയത്. അവിടെ എത്തിയപ്പോൾ അസുഖമായി, അവിടെ തന്നെ മരിച്ചു. ഇന്ത്യയിലേക്ക് പോയി ദഅവത്ത് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു. ഇത് ചന്ദ്രൻ പിളർന്നു എന്ന് പറഞ്ഞ സംഭവം മക്കക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൃഷ്ടാന്തം ചോദിച്ചതാ.